ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ടെലിഗ്രാമിൽ തന്നെ എയർ ഡ്രോപ്പിനെ കുറിച്ചാണ്. ഓക്കെ, ഒരു ആപ്ലിക്കേഷനാണ്, ഒരു മിനി ആപ്ലിക്കേഷനാണ്. ഇതിൻ്റെ പേര് ഹൈപ്പിൻ എന്നാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഞാൻ ഇതിൻ്റെ ലിങ്ക് നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ അതിൽ നിങ്ങൾ പ്രസ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ടെലിഗ്രാമിൽ ഓപ്പൺ ആവും. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. കണക്ട് യുവർ അക്കൗണ്ട് ഫ്രം വേരിയസ് ആപ്സ് ടു ഏൺ പിൻ പോയിന്റ്സ്. ഇതിൽ നമ്മൾ ഏൺ ചെയ്യുന്നത് പിൻ പോയിന്റ്സ് ആണ്. ഈ പിൻ പോയിന്റ്സ് ഏൺ ചെയ്യാനായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ലൈക്ക് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ട്വിറ്റർ, അതേപോലെയുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം കണക്ട് ചെയ്യാനാണ് പറയുന്നത്, ഗൂഗിളെല്ലാം. ഓക്കെ, അപ്പോൾ എന്നിട്ട് ഈ ഡാറ്റ കണക്ഷൻ എല്ലാം നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുക. കംപ്ലീറ്റ് ടാസ്ക്, യു ക്യാൻ ഏൺ മോർ പിൻ പോയിന്റ്സ് ബൈ കംപ്ലീറ്റിംഗ് ടാസ്ക് സച്ച് എസ് ഡെയിലി ചെക്ക് ഇൻ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, പിന്നെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാൻ നമ്മൾ പറയുന്നുണ്ട്. നമ്മളിവിടെ ബൈ യൂസിങ് ദിസ് സർവീസ് എന്നുള്ള ഒരു സംഭവം ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്തിട്ട് ലെറ്റ്സ് പ്ലേ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ വരും. അപ്പോൾ നമുക്കിവിടെ പ്ലേ, ഡേറ്റ, പിന്നെ ഒരു റൗണ്ട് ഈ ഹൈപ്പിനിൻ്റെ ചിഹ്നമുണ്ട്, ഈ ഒരു ടോക്കണിൻ്റെ ചിഹ്നവും, പിന്നെ ഫ്രണ്ട്സ്, പിന്നെ ഇതാണ് ഇവിടുത്തെ മെനു. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം നോക്കുന്നത് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ഫസ്റ്റ് നമ്മളിങ്ങനെ ഓപ്പൺ ആകുമ്പോൾ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ നമുക്ക് അവിടെ നിന്ന് ഫ്രീ ആയിട്ട് റിവാർഡ്സ് കിട്ടുമെന്ന് അവർ പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, ജോയിൻ കൊടുക്കുക. ഓക്കെ, ജോയിൻ കൊടുത്തതിന് ശേഷം നമുക്കിവിടെ റിവാർഡ്സ് വരും. ഇപ്പോൾ ക്ലെയിമബിൾ എന്ന് പറഞ്ഞാൽ 1030 ഹൈപ്പിൻ ടോക്കൺ വന്നിട്ടുണ്ട്. ക്ലെയിം ചെയ്യാം. ഓക്കെ, ക്ലെയിംഡ് റിവാർഡ്സിൽ അത് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ സ്വൈപ്പ് ചെയ്ത് കളക്ട് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ പരിപാടി. ഇവിടെ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ഇങ്ങനെ വിരൽ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് സ്ക്രീൻഷോട്ടാണ്, ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ് സ്ക്രീൻഷോട്ടാക്കി വെച്ചത്. വീഡിയോ ആയിട്ട് കാണിച്ചിരുന്നത് കുറച്ചുകൂടി മനസ്സിലായതിന്. എന്നാലും നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായ വീഡിയോ ഒന്നുകൂടെ ഒന്ന് കണ്ടാൽ മതിയാവും. ഇനി അടുത്തത് നമ്മൾ ഡെയിലി റിവാർഡ് ക്ലെയിം ചെയ്യുക. അതിനുവേണ്ടി ഡെയിലി ടാസ്ക് എന്നുള്ള ഭാഗം ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ക്ലെയിം റിവാർഡ് എന്ന് പറഞ്ഞ് വരും. അല്ലെങ്കിൽ ഇവിടെ ചെക്ക് ചെയ്യുന്നുണ്ടാവും. ഇതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ക്ലെയിം ചെയ്യുക. ഇങ്ങനെ കാണിക്കുക, നൈസ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. കം ബാക്ക് ടു മാറോ എന്ന് കാണിക്കും. ഓക്കെ, അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒരു ട്യൂട്ടോറിയൽ കാണിക്കും, നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരും. അത് നോക്കി മനസ്സിലാക്കുക. ആ ഡെയിലി ടാസ്ക് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഡാറ്റ അക്കൗണ്ട്സ് എല്ലാം കണക്ട് ചെയ്യുന്ന പ്രോസസ്സാണിത്. ഗൂഗിൾ ഉണ്ട്, ഫേസ്ബുക്ക്, ടെലിഗ്രാം, ട്വിറ്റർ, ഇതെല്ലാം ക്ലിക്ക് ചെയ്യുമ്പോൾ അതനുസരിച്ചിട്ട് അടുത്ത പേജിൽ ഓരോന്ന് വരും. നമ്മളത് ഓക്കെ ക്ലിക്ക് ചെയ്ത് നമ്മുടെ അക്കൗണ്ട് ആക്സസ് കൊടുക്കുക. അതെല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നതാണ്. അത് കളക്ട് എന്നുള്ളത് കൊടുക്കാൻ മറക്കരുത്. അടുത്തതും ഫേസ്ബുക്ക് എന്നുള്ളത് കണക്ട് കൊടുത്തിട്ട് ഇതേപോലെ നമ്മുടെ സംഭവങ്ങളെല്ലാം ക്ലിക്ക് ചെയ്ത് പോവുക. നമ്മുടെ പാസ്വേഡും യൂസർ നെയിം കൊടുത്ത് ലോഗിൻ ചെയ്യുക. ഓക്കെ, സേവ് കണ്ടിന്യൂ കൊടുക്കുക. വീണ്ടും കളക്ട് കൊടുക്കുക. അത് തന്നെ സെയിം തന്നെ ടെലിഗ്രാമിൽ ഓൾറെഡി ആക്റ്റീവ് ആണ്. പിന്നെ ട്വിറ്റർ അതേപോലെ കണക്ട് ചെയ്യുക. ഓതറൈസ് കൊടുക്കുക. നമ്മുടെ ഓൾറെഡി ട്വിറ്ററിൽ നമ്മൾ ലോഗിൻ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ലോഗിൻ ചെയ്തെല്ലാം കളക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ടാസ്ക് എല്ലാം കംപ്ലീറ്റ് ആയെന്ന് കാണിക്കും. ഇടുക. ഓക്കെ, നമ്മുടെ 3 സംഭവം കളക്ട് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഡെയിലി ടാസ്കിൽ തന്നെ വേറൊരു കാര്യം ഇവർ പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ യൂസ് ദ ഏജന്റ് ഫീച്ചർ ഫോർ 5 times. ഈ ഒരു സംഭവം ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ഇതിലുള്ള ഈ ക്രിപ്റ്റോ ന്യൂസ്, ഹോറോസ്കോപ്പ്, ആസ്ക് ഫോർ റൈറ്റ്സ്, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഒരു 5 പ്രാവശ്യം ഓരോന്ന് വെച്ച് എടുത്ത് നോക്കുക. എന്നിട്ട് ബാക്ക് അടിച്ചാൽ മതി. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ബാക്ക് ആയിക്കോളും. അപ്പോഴാണ് ഇതേപോലെ കാണിക്കുന്നത്. ഡെയിലി ടാസ്ക് റിവാർഡ് ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കും. പിന്നെ നമ്മൾ പോകേണ്ടത് നമ്മുടെ ഏൺ എന്ന് പറഞ്ഞ സെക്ഷനുണ്ട്, ഈ ആ സെക്ഷനിലേക്ക് പോകുമ്പോൾ ഇതേപോലെ ഫോളോ ചെയ്യാൻ കാണിക്കും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, അവരുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. എല്ലാം ഓക്കെ നൈസ്, അത് ക്ലിക്ക് ചെയ്ത് പോവുക. പിന്നെ വേണമെങ്കിൽ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് കത്തുണ്ടാവും. ഇവിടെ അപ്ഗ്രേഡ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്ഗ്രേഡ് ആവും. അങ്ങനെ നമുക്ക് ലെവൽ അപ്ഗ്രേഡ് ചെയ്ത് പോകാം. ഡെയിലി ഹൈപ്പിൻ ടോക്കൺസ് മാക്സിമം എത്രയോ മണിക്കൂറിൽ അത് ലോഡാവും. അതങ്ങോട്ട് കളക്ട് ചെയ്യുക, അപ്ഗ്രേഡ് ചെയ്യുക. ഇത് തന്നെ സംഭവം. അപ്പോൾ ഇത് നല്ലൊരു ഫണ്ടിങ് ഉള്ള പ്രോജക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് മിസ്സാക്കണ്ട. അപ്ഗ്രേഡ് ടു ലെവൽ 2, ഇപ്പോൾ ലെവൽ 2, ലെവൽ 3 ആയി. കണ്ടോ? അങ്ങനെ ഈ സംഭവം കറക്റ്റായിട്ട് ചെയ്യുക. പിന്നെ അതിൻ്റെ ഡാറ്റ പവർ എന്നുള്ള സംഭവം എന്താണ് കൊടുത്തിട്ടുണ്ട്. ഡാറ്റ പവർ എന്ന് വെച്ചാൽ നമ്മുടെ മൈനിങ് ക്യാപ്പബിലിറ്റി ആണ്. ഹൈപ്പിൻ ഡാറ്റ കണക്റ്റേഴ്സ്, ദ ഡാറ്റ പവർ വാല്യൂ ഷോ ഹൗ മെനി പിൻ പോയിന്റ്സ് യു ക്യാൻ പാസീവ്ലി ഏൺ പെർ ഡേ. ഇപ്പോൾ ഈ ഡാറ്റ പവർ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഒരു ദിവസത്തിൽ എത്ര പിൻ പോയിന്റ്സ് പാസീവായിട്ട്, അതായത് നമ്മളൊന്നും ചെയ്യാണ്ട് ഏൺ ചെയ്യാൻ പറ്റുമെന്നാണ് കാണിക്കുന്നത്. ഇനി നമ്മുടെ ഡാറ്റ പവർ ഇൻക്രീസ് ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ പേഴ്സണലി അതിന് ഡാറ്റ കണക്റ്റേഴ്സ് വെച്ച് ഒരുപാട് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ലെവലപ്പ് ചെയ്യാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. സിമ്പിൾ ടാസ്ക് ആണ്, ആരും മിസ്സാക്കരുത്. നല്ല പൊട്ടൻഷ്യൽ എയർ ഡ്രോപ്പാണ്. 5 മില്യണോളം ഫണ്ടിങ് ഇവർ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ചെയ്യുക. താങ്ക് യു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോ 2-3 പ്രാവശ്യം കണ്ടാൽ മതി.